ഗീതു മോഹൻദാസിന്റെ പുതിയ പടത്തിന്റെ ടീസർ കണ്ടു. അന്ന് ഞാൻ വീട്ടിലായിരുന്നു ടീസർ ഇറങ്ങിയ സമയത്ത്. വീട്ടുകാരായിട്ടൊന്നും കാണാൻ പറ്റുന്ന ഒരു ടീസർ ആയിരുന്നില്ലല്ലോ, ഫാമിലിയായിട്ടൊന്നും കാണാൻ പറ്റുന്നൊരു സാധനം അല്ലായിരുന്നു. അതുകൊണ്ട് പുറത്തിറങ്ങിയിട്ട് സാധനം കണ്ടു. സിനിമയായിട്ട് ഞങ്ങൾ കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല, നല്ല ടീസറായിരുന്നു. പിന്നെ നമ്മുടെ യാഷാണ്, മേക്കിംഗ് ഒക്കെ കൊള്ളാം, നല്ലതെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഇനി വേറൊരു സംശയം, ആ സിനിമയിലെ നായകന് ബിൽഡപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇൻട്രോയ്ക്ക് വേണ്ടി യാഷിന് ഒരു മാസ് കിട്ടാൻ വേണ്ടിയിട്ട് പുരികം പ്ലക്ക് ചെയ്യാൻ എല്ലാത്തിനും പ്ലക്കിങ് ഉണ്ടല്ലോ, അതിനു വേണ്ടി ഉപയോഗിച്ച ആ ലേഡിക്കും യാഷിനും ഒരേ പ്രതിഫലമാണ് കൊടുത്തത് എന്ന് വിശ്വസിക്കുന്നു. ഗീതു മോഹൻദാസ് പ്രൊഡ്യൂസറുടെ അടുത്ത് പറഞ്ഞിട്ട് ആ സിനിമയിലെ എല്ലാ ടെക്നീഷ്യൻ ആളുകൾക്കും അതുപോലെ തന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കും സ്റ്റാർഡമുള്ള യാഷിനോടക്കം ഒരേ പ്രതിഫലം കൊടുത്തു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മാത്രമല്ല സ്ത്രീകൾക്ക് കൊടുത്ത പരിഗണന കൊള്ളാം. നിങ്ങൾ ഒരുപാട് പേരെ വിമർശിച്ചിരുന്നു, നമ്മുടെ മമ്മൂക്കയൊക്കെ കസബയിൽ ഒരുപാട് വിമർശിച്ചതാണ്. പക്ഷേ നിങ്ങളുടെ പടത്തിൽ നിങ്ങൾ സ്ത്രീക്ക് കൊടുക്കുന്ന ഒരു പരിഗണന നന്നായിട്ടുണ്ട്. ഒരു സ്ത്രീയെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്ന് നിങ്ങൾ നന്നായിട്ട് കാണിച്ചു, കൊള്ളാം കേട്ടോ. നിങ്ങൾക്ക് എന്തും ചെയ്യാമല്ലോ, ബാക്കിയുള്ളവർ ചെയ്യുമ്പോഴല്ലേ അത് സിനിമ അല്ലാതെ പോകുന്നുള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ അത് സിനിമയായി, ബാക്കിയുള്ളവർ ചെയ്യുമ്പോൾ സിനിമ അല്ലാതെ പോകുന്നു. ഒരു കാലത്ത് പ്രേക്ഷകരുടെ ആദരവും ബഹുമാനവും ഒക്കെ കിട്ടിയ നടിമാർ പിന്നീട് സിനിമ ഇല്ലാതായപ്പോൾ ഫീൽഡ് ഔട്ടായി ഒരു ഭാഗത്ത് വെറുതെ ദുരന്തമായിക്കൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് ഞങ്ങൾ കുറച്ച് പേരെന്ന് അറിയിക്കാൻ വേണ്ടി മമ്മൂക്കയെ കസബയിലെ ഒരു രംഗത്തെ ട്രോളിയപ്പോൾ നിങ്ങൾ ആലോചിക്കണമായിരുന്നു, മലയാളികൾക്കൊരു കുഴപ്പമുണ്ട്. എവിടെ നോക്കിയാലും നിങ്ങൾക്ക് ഹേറ്റേഴ്സ് ഉണ്ടാവാൻ കാരണം അതാണ്. നമ്മളെ മറന്ന് മലയാളികളാണ്, നിങ്ങളെ മലയാളികൾക്ക് അറിയുള്ളൂ. ഞങ്ങളെ മറന്ന് നിങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളാർക്കും വേണ്ടി വരില്ല. അതാണ് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത്. എന്തൊക്കെ ബഹളമായിരുന്നു, അത് ചെയ്യാൻ പാടില്ലായിരുന്നു, ഇത് ചെയ്യാൻ പാടില്ല എന്ന യഥാർത്ഥ സ്ത്രീയുടെ ഒരു സ്ത്രീ യഥാർത്ഥമായിട്ട് അനുഭവിക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളിൽ ഇവരാരെങ്കിലും ഉണ്ടോ? ഈ ഫീൽഡ് ഔട്ടായി നടക്കുന്ന കൊച്ചമ്മമാരുണ്ടോ? 40 കൊല്ലത്തിന് മേലെ ലാലേട്ടനും മമ്മൂക്കൊക്കെ ഫീൽഡിൽ ഇപ്പോഴും ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടാവാൻ കാരണം എന്താ പറയുക, പല ഫാൻ ഫൈറ്റും മറ്റു സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതല്ലാതെ ഇവരെ ഞങ്ങളിങ്ങനെ മലയാളികൾ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് പറയും. ഇവരെ മാത്രമല്ല, ഉർവശി, ശോഭന, അതുപോലെ തന്നെ കൽപ്പന, ഇഷ്ടംപോലെ നടിമാർ. ഞങ്ങളിതാ ഒരു ആദരവും ബഹുമാനവും കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം. അതാദ്യം നിങ്ങൾ പോയി പഠിക്കും, ബാക്കി എൻ്റെ ഇക്ക പറയും. ഈ കൈ നീ എൻ്റെ നേരെ പൊങ്ങുന്നെങ്കിൽ അത് നീ ഇടം കൈ കൊണ്ട് ചോറ് വാരി തിന്നാൻ പഠിച്ചിട്ട്. ഗുഡ് നൈറ്റ് അമേര.